വിജയങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാങ്ക്, കേന്ദ്ര ഗവൺമെന്റ്, റെയിൽവേ ഉദ്യോഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ആപ്റ്റിറ്റ്യൂഡ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് വിജയങ്ങളുടെ ഒരു കൂടാരമാണെങ്കിൽ അവിടുത്തെ ഒരു പുതിയ രാജകുമാരനാണ് ശബരീഷ്. ഞാനത് അതിശയോക്തി വളർത്തി പറഞ്ഞതല്ല. കാരണം ശബരീഷ് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജോലി ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നേടിയ ആളാണ്. 3 ജോലികൾ ഇപ്പോൾ ശബരീഷിന്റെ കയ്യിലുണ്ട്. കാനറ ബാങ്ക് PO, കാനറ ബാങ്ക് ക്ലർക്ക്, SBI ക്ലർക്ക്, ഇങ്ങനെ 3 ജോലികൾ. ഇത് കൂടാതെ 2 ജോലികളുടെ ഫൈനൽ റിസൾട്ട് വരാനുണ്ട്. അതിലും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കിട്ടിക്കഴിഞ്ഞാൽ 5 ജോലികൾ ഒരുമിച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നേടിയ ഒരാളായിട്ട് ശബരീഷ് മാറും. ഈ അടുത്ത കാലത്ത് ഈ ഒരു അച്ചീവ്മെന്റ് വേറെ ആരും ആപ്റ്റിറ്റ്യൂഡിൽ നേടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു വിജയോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണും. അപ്പൊ നമുക്കൊരു ഒരു എന്താ പറയുന്ന ഒരു കാഷ്വൽ ഡിസ്കഷൻ ശബരീഷുമായിട്ട്. അപ്പൊ ശബരീഷ്, കൺഗ്രാജുലേഷൻ ഫോർ യുവർ സക്സസ്. ഞാനിത് സാധാരണ ഇപ്പൊ ഗോകുലുമായിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തിയപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇതൊരു വലിയ ഒരു ഒഫീഷ്യൽ ടോക്ക് ഒന്നും അല്ല. നമ്മളിങ്ങനെ ശബരീഷ് എങ്ങനെയാണ് പഠിച്ചത്, ശബരീഷിന്റെ പഠിത്തത്തിന്റെ രീതികൾ എന്തൊക്കെയായിരുന്നു, എന്നിട്ട് ശബരീഷിന് മറ്റുള്ളവരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ടോക്ക്, ഫ്രീ ചാറ്റ്. ഓക്കെ, അപ്പം ശബരീഷിനെ കുറിച്ച് ആദ്യം പറയാം. എൻ്റെ പേര് ശബരീഷ് കുമാറും. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാട്ടനിൽ നിന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുക, അമ്മ ഹൗസ് വൈഫ്, ചേട്ടൻ ഒരു സീനിയർ എഞ്ചിനീയറാണ് HL മാൻഡോ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ ശബരീഷിന് ഈ 3 ജോലികൾ ഇപ്പം കയ്യിൽ കിട്ടി. 3 ജോലി കയ്യിലുണ്ട്, 3 പേരുടെ ഓഫർ ലെറ്റർ ഉണ്ട്. അങ്ങനെ 3 ജോലി കിട്ടിയപ്പോൾ എന്താണ് തോന്നുന്ന ഒരു ഫീലിംഗ്? ആക്ച്വലി നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ആക്ച്വലി എഴുതിയെന്ന് ഇതൊക്കെ ഒരു സിമിലർ പാറ്റേൺ എക്സാംസ് ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ പ്രിലിംസ് ഒരു ലെവലെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രിലിംസും കിട്ടും. അതേപോലെ തന്നെയാണ് മെയിൻസ് ഒരു ലെവലിൽ പഠിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മെയിൻസും കിട്ടും. സോ ഇതെല്ലാം ഒരു പാറ്റേൺ എക്സാംസ് ആയതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. ശബരീഷ് ജോലിക്ക് വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മറ്റാരെക്കാളും അറിയാം. കാരണം ഞാൻ ശബരീഷ് Day 1 ആപ്റ്റിറ്റ്യൂഡിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് തൊട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങളുടെ പ്രോഗ്രസിന്റെ ഓരോ സ്റ്റേജും കണ്ട ആളാണ്. അപ്പം ആദ്യമായിട്ട് ലൈഫിൽ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയപ്പോൾ ശബരീഷിന് എന്താണ് തോന്നിയത്? എനിക്ക് ഫസ്റ്റ് ലഭിച്ച ജോലി കാനറ ബാങ്കിൽ PO ഉണ്ട്. അത് ഫസ്റ്റ് അതിൻ്റെ മെയിൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യണ മുമ്പ് അതിൻ്റെ സ്കോർ കാർഡ് ഒരാഴ്ച മുമ്പ് പബ്ലിഷ് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് കട്ട് ഓഫിനെക്കാളും ഒരു അത്യാവശ്യം മാർക്ക് കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ ഏകദേശം എനിക്ക് ഉറപ്പിച്ചു ബാങ്ക് ഇതെന്തായാലും ജോലി എന്തായാലും കിട്ടുമെന്ന്. പിന്നെ ഐ ഹാവ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കിലായിരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം മാർക്കും ഇൻ്റർവ്യൂവിന് നല്ല പെർഫോം ചെയ്യാൻ പറ്റിയുണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കാനറ ബാങ്കിൽ തന്നെയാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിരുന്ന ബാങ്കിൽ തന്നെയാണ് കിട്ടിയത്. അപ്പൊ അത് ഇതുവരെ ശബരീഷിന്റെ ജീവിതത്തിലുണ്ടായ അച്ചീവ്മെന്റുകളുടെ കൂട്ടത്തിൽ ഒരു ഏറ്റവും വലിയ അതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് തോന്നുന്നു ശബരീഷിന്റെ അച്ഛനും കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ശബരീഷ് ഫസ്റ്റ് പ്രിഫറൻസ് കാനറ ബാങ്ക് IBPSന്റെ ചോയ്സിൽ ആ ലിസ്റ്റിൽ വയ്ക്കാൻ കാരണം അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ ശബരീഷിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ബാങ്കിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം 3 ബാങ്കുകളിലാണ് ഇപ്പം കിട്ടിയത്. എനിക്കറിയാം ഈ ഒരു ഇൻഷുറൻസിന്റെ റിസൾട്ട് വരാനുണ്ട്. ഇപ്പം ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണോ ശബരീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ഇപ്പം കറണ്ട്ലി ബാങ്ക് ഇൻഷുറൻസ് ഫോക്കസ്ഡ് ആയിരുന്നു എക്സാം പ്രിപ്പറേഷൻ ചെയ്തത്. ഇനി ഈ കൂടുതൽ റെഗുലേറ്ററി എക്സാംസ്, RBI ഇൻഷുറൻസിൻ്റെ IRDA എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശബരീഷിൻ്റെ ഒരു ഏറ്റവും വലിയ ആംബിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ SEBI, അല്ലെങ്കിൽ IRDA, ഇവരുടെയൊക്കെ എക്സാം എഴുതിയെടുക്കുക. അത് തീർച്ചയായിട്ടും ശബരീഷിന് പറ്റും. കാരണം അതിനുള്ളൊരു ഫൗണ്ടേഷൻ ശബരീഷിന് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് എക്സാമിന് ഇത് തന്നെയാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ലെവൽ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. അതിന് കമ്മിങ് ഡേയ്സിൽ ചെയ്താൽ ഇപ്പം ഏജും ഒക്കെ നിങ്ങളുടെ സൈഡിലാണ്. ഒരു ജോലി കിട്ടിയതിൻ്റെ ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിലിരുന്ന് നമുക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ശബരീഷിന് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശബരീഷ് എങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈനലൈസ് ചെയ്തത്? ഇപ്പം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ കാണിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു പ്രോപ്പർ സ്ഥാപനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെയാണ് ശബരീഷ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാങ്കിങ് ചൂസ് ചെയ്തായിരുന്നു. പിന്നെ ആദ്യം എൻ്റെ ഒരു നെയ്ബർ സജസ്റ്റ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തപ്പോൾ ആപ്റ്റിറ്റ്യൂഡായിരുന്നു ഫസ്റ്റ് വന്നത്. നമ്പർ എടുത്ത് വിളിച്ചു നോക്കി, സാറായിരുന്നു എടുത്തതാണ്. അപ്പം സാർ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. സാറിന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ അത്ര കൺവിൻസ്ഡ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അല്ലാതെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ പഠിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല. ഫ്രണ്ട്സ് എൻ്റെ നൈബർ ഇവിടെ പഠിച്ച് ജോലി കിട്ടിയതാണ്. അപ്പോൾ അവരെ നല്ലൊരു പ്രോപ്പർ ഫീഡ്ബാക്ക്
സാറിനെ പറ്റി ഹൈലി നല്ല പോലെ പറഞ്ഞിരുന്നു. സാറിന്റെ ക്ലാസ്സസ് ഒക്കെ നല്ലതാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ വന്നതിന് ശേഷം ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിരുന്നല്ലോ? തീർച്ചയായും സാർ. ഓക്കെ, താങ്ക് യു. ശബരീഷ്, ഇപ്പം ഇതെങ്ങനെയാണ് ഈ എക്സാം പ്രിപ്പയർ ചെയ്തെന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഇപ്പം പ്രിപ്പയർ ചെയ്ത് സ്വാഭാവികമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഒരു മെത്തേഡ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ആ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ അല്ല. പക്ഷേ അതിന് വെളിയിൽ അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. പക്ഷെ അതിന് വെളിയിൽ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും, നിങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ മറ്റുള്ള കുട്ടികൾക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഒരു വിന്നർ ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ചെയ്യുന്നതിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ അത് നിങ്ങളെ വിന്നറാക്കുന്ന ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഈ ബാങ്കിങ് ഇൻഷുറൻസ് എക്സാംസിൽ മെയിൻലി 3 സ്റ്റേജസ് ആണ്. PO ലെവലിലാണെങ്കിൽ 3 സ്റ്റേജസ്, ക്ലർക്കൽ ലെവലാണെങ്കിൽ 2 സ്റ്റേജസ്, അതിൽ പ്രിലിംസ്, മെയിൻസ്, PO ലെവലിൽ ഇൻ്റർവ്യൂസും കൊണ്ടുണ്ട്. പിന്നെ ഇതിൽ ബേസിക്കായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷാണ് പ്രിലിമിനറി ലെവലിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് അതിൻ്റെ മെയിനായിട്ട് വേണ്ടത് കൺസെപ്റ്റും പിന്നെ അക്യുറസി സ്പീഡുമാണ് പ്രിലിമിനറി ലെവലിൽ ആവശ്യമുള്ളത്. പിന്നെ മെയിൻസിൽ കുറച്ചുകൂടെ ബേസ് നല്ല സ്ട്രോങ് ആയിരുന്നാലും ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ആക്ച്വലി എല്ലാത്തിനും ഫൗണ്ടേഷൻ തീർച്ചയായും കിട്ടിയത് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പോർഷൻസൊക്കെ ഏകദേശം 4 to 5 months ബേസൊക്കെ കവർ ചെയ്ത് പോയായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും. അത് ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ വളരെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇവിടെ വീക്ക്ലി 2 times പ്രിലിമിനറി മെയിൻസ് മോക്ക് നടത്തുന്നത്. അതൊരു എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു കോമ്പറ്റീഷൻ നമ്മൾ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ, റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയത്. ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് താഴോട്ടായിരുന്നത്, പിന്നെ നമ്മൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് സ്ലോലി പ്രോഗ്രസ്. അതായത് നന്നായിട്ട് പഠിക്കുന്ന കുറെ പേരുള്ളതുകൊണ്ട് നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ആ കൂട്ടത്തിൽ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ലെവലിൽ എത്തുന്നു. ആക്ച്വലി ബാക്കിയുള്ള ക്ലാസ് ദിവസം ചില വീട്ടിൽ നിന്ന് പഠിച്ചാലും ഇവിടെ മോക്ക് എക്സാം നടക്കുന്ന ദിവസം എന്തായാലും തീർച്ചയായിട്ടും ക്ലാസ്സിൽ വരും. അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെച്ച് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. ആ ഒരു റൂം എനിക്കറിയാം, ആ റൂമിലൊരു 12-13 പേരുടെ ഒരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിലെ ഒരു പ്രധാനിയായിരുന്നു ശബരീഷ് എന്ന് പറയുന്നത്. ആക്ച്വലി ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിക്കാൻ കാര്യം, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജോലി കിട്ടി. അപ്പം ആ ഒരു 12-13 പേര് ഒരുമിച്ചിരുന്ന് പഠിച്ച് അവർക്ക് എല്ലാം ജോലി കിട്ടിയപ്പോൾ ആപ്റ്റിറ്റ്യൂഡിന് അത്ര റിസൾട്ട്സും ആയി, നിങ്ങൾ എല്ലാവരും ലൈഫ് സെറ്റിൽഡ് ആയി. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെയാണ് അത് ഫോം ചെയ്യപ്പെട്ടത്? അത് തനിയെ ഉണ്ടായതാണോ? അതെ, ഇത് ആക്ച്വലി ആ ഗ്രൂപ്പിലുള്ള നമ്മൾ ആരും സെയിം ബാച്ചസിലുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ആക്ച്വലി ഭയങ്കര ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. അതിൽ ആക്ച്വലി ഒരു 2-3 പേര് മാത്രമാണ് എൻ്റെ ബാച്ചിലുള്ളത്. ബാക്കി മുമ്പത്തെ ബാച്ചും പിന്നെ അങ്ങനത്തെ കുറേ റാൻഡം ആയിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തമ്മിൽ ആ ടൈം തൊട്ടേ നമ്മൾ ഡൗട്ടൊക്കെ എന്നെക്കാളും കൂടുതൽ മാർക്ക് മേടിച്ചെടുത്ത് ഇതിൻ്റെ ഡൗട്ട്, അപ്പോൾ അവരോടായിരിക്കും കുറച്ചുകൂടെ ഡൗട്ട് വയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ ചോദിച്ച് പിന്നെ നമ്മൾ കുറച്ച് കമ്പനിയായതിനു ശേഷം നമ്മൾ അവിടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ അത്യാവശ്യം ആ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല ബേസ് ഒക്കെ ഓരോ രീതിയിൽ ഓരോരുത്തരും നല്ല സ്ട്രെങ്ത് ആയിരുന്നു. അപ്പം ആക്ച്വലി അത് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അതിൽ ഇവിടെ ആപ്റ്റിറ്റ്യൂഡിൽ മെറ്റീരിയൽ തരാതെ അല്ലാതെ തന്നെ നമ്മൾ അതിൽ വീട്ടിൽ പോയിട്ട് ഇന്ന ദിവസം ഇന്ന മോക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഇടയിൽ അത് മുമ്പ് എനിക്ക് ഇന്റർവ്യൂ നടത്തിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി കിട്ടി പോയ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അപ്പം അവിടെ ഒരു മോക്ക് ചെയ്യും. ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു ഇടും. എന്നിട്ട് ഇന്ന ടൈമിൽ ഈ മോക്ക് ചെയ്ത് അതിൻ്റെ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ് ഇടും. അപ്പോൾ നമുക്ക് തമ്മിലുള്ള മാർക്ക് അറിയാൻ പറ്റും. ഓരോ സെക്ഷനിൽ അവരെയൊക്കെ സ്കോർ ചെയ്യും. പിന്നെ അപ്പം നമ്മളിപ്പോൾ താഴോട്ട് പോയാൽ നമുക്ക് അടുത്തതിൽ കുറച്ചുകൂടി പിടിക്കണമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാനുള്ള ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടും. സത്യത്തിൽ ആ ഒരു ഗ്രൂപ്പ് അപ്പോൾ അല്ല എങ്ങനെയൊക്കെയോ ഉണ്ടായതാണ്. സമാന ചിന്താഗതിയുള്ള ആൾക്കാർ, ഇപ്പോൾ ഇൻഫോസിസിന്റെ ഒക്കെ ഫൗണ്ടർമാരായിരുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു 5-6 പേര് ചേർന്നാണ് ഇൻഫോസിസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നാരായണമൂർത്തിയൊക്കെ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ പട്നി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനി ചെന്നിട്ട് അവർ പല സോഷ്യൽ സ്ട്രാറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പം 2 പേര് മലയാളികളാണ്, അപ്പം ബാക്കി കർണാടകക്കാരുണ്ട്, പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവർ ഒരേ വൈബുള്ള ആൾക്കാരായിട്ട് അവർ ഒരുമിച്ച് കൂടുന്നു, അവസാനം ഇൻഫോസിസ് ഉണ്ടാവും. ആ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത് അല്ലേ? സത്യത്തിൽ അങ്ങനെ സംഭവിച്ചത് നന്നായി. കാരണം നിങ്ങൾ പല ഇപ്പോൾ അതിൽ നിന്ന് ഫെഡറൽ ബാങ്ക് ജോലി കിട്ടിപ്പോയവരുണ്ട്, SBIയിൽ ജോലി കിട്ടിപ്പോയവരുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് അല്ലാത്ത മേഖലകളിൽ കിട്ടിപ്പോയവർ ഇൻഷുറൻസിൽ പോയവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക്
അവർ എന്താ പറയുന്ന ഒരു കൂട്ടായ്മ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം അത്. പക്ഷേ അത് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അത് എമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നോക്കിയാൽ ആപ്റ്റിറ്റ്യൂഡിൽ ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ കാണാം. ആ ഗ്രൂപ്പുകളെല്ലാം ഇരുന്ന് ഇതുപോലെ പഠിക്കുകയാണ്. അതിനൊക്കെ സത്യത്തിൽ റോൾ മോഡൽസ് ആയ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരാണ്. ഞാൻ അത് ആ ഒരു മെസ്സേജ് അവരിലേക്ക് എപ്പോഴും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്ക് ആ ഒരു എന്ന് വെച്ചാൽ ഒത്തിരി പിള്ളേരൊക്കെ പഠിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങളെപ്പോലെ കുറേ പേര് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങളോടത്തൊക്കെ ഞാൻ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണർ വളരെ താങ്ക്ഫുൾ ആണ്. കുറേ കുട്ടിയൊക്കെ അതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, സാറ് നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം തന്നെ തന്നായിരുന്നു. അത് ആക്ച്വലി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വേറെ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തിരുന്ന് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആപ്റ്റിറ്റ്യൂഡ് ഒരുക്കുന്നതിൽ വളരെ. അല്ല, അത് ഈ പഠിക്കുന്ന കുട്ടികൾ അവരെത്ര പൊട്ടൻഷ്യൽ ഉള്ളവരാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ അത് കുറേ വർഷമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്കൊരു കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു റൂമിൽ ഒരുമിച്ചിരുന്ന് ഞാൻ യഥാർത്ഥത്തിൽ കൂടുതൽ അവരെ സൂപ്പർവൈസ് ചെയ്താൽ പോലും വരത്തില്ല. കാരണം അവരവിടെ പഠിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഞാൻ കൂടുതൽ ഫ്രീഡം കൊടുക്കുകയും ചെയ്യും. അല്ലാത്തവരടുത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവും. അത് യഥാർത്ഥത്തിൽ ചിലരൊക്കെ വിചാരിക്കും അവർക്ക് മാത്രം കുറച്ച് ഫ്രീഡം കൊടുക്കുന്നു, ഇവരോട് സ്ട്രിക്റ്റ് ആവുന്നു. അതങ്ങനെയല്ല. നമ്മളിപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സ്ട്രിക്റ്റ് ആവുന്നത് ആരോടായിരിക്കും? നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, അവരോടത്ത് സ്നേഹമുള്ളതുകൊണ്ടാണ്, അവർ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ടായത് കൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിനെ കൂടുതൽ ഒന്നും പറയാൻ പോകാതിരുന്നത്. നിങ്ങൾക്ക് ആ ഒരു റൂമിൻ്റെ അകത്ത് ആ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളിത് പഠിച്ചപ്പോൾ നിങ്ങൾക്കും ഗുണമുണ്ടായി, ഞങ്ങൾക്കും ഗുണമുണ്ടായി. നിങ്ങൾക്ക് എത്ര പേരോട് എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നല്ല കാര്യം. ഞാൻ ഈ ശബരീഷിൽ കണ്ട ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പം മറ്റുള്ളവരെ സഹായിക്കാനൊരു വലിയ മനസ്സുണ്ട് ശബരീഷിന്. അത് ഞാനത് പറയാൻ കാരണം, ഇത് സത്യത്തിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം ജോലി കിട്ടുന്നതിന് മുമ്പേയും ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ശബരീഷിന് മുൻ പരിചയം പോലും ഇല്ലാത്ത പല ആൾക്കാരെയും ഒരുപാട് സഹായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തം ടൈം എടുത്ത് ഇപ്പം ബേസിക്സ് വലിയ ഇതായിട്ട് അറിഞ്ഞുകൂടാത്ത കുട്ടികളെ ബേസിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, ബേസിക്സ് അറിയാവുന്ന കുട്ടികൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ശബരീഷിനെയാണ്. അപ്പോൾ ഒരു പക്ഷേ ശബരീഷിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ പേര് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് നമ്മളുടെ നോളജ് മറ്റുള്ളവരെ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ മാത്രം നന്നായ പോരല്ലോ, സമൂഹത്തിലുള്ള എല്ലാവരെയും സഹായിക്കുക എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി ശബരീഷിന് എങ്ങനെയാണ് ഉണ്ടായത്? അതിനൊരു എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അപ്പം നമ്മളുടെ പല പല കാരണങ്ങളുമാണ്. ആ ക്വാളിറ്റി നമുക്ക് ഇൻഹറന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ജനിക്കും, ബൈ ബർത്ത് നമുക്ക് കിട്ടും. അതല്ല എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ? മെയിൻലി ഞാൻ ഇത് സ്റ്റഡീസ് അല്ലാതെ കൂടെ എനിക്കൊരു ഹോബിയുണ്ട്. പെറ്റ് ഫോസ്റ്ററിങ് ചെയ്യും, വോളണ്ടിയറിങ് ചെയ്യും. അതൊരു കമ്മ്യൂണിറ്റിൻ്റെ പേര് പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അബാൻഡൻഡ് ഇഞ്ചേർഡ് ഓർഫൻ പപ്പീസിനൊക്കെ റെസ്ക്യൂ ചെയ്ത് നമ്മളൊരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അതിന് നെസസറി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കും. പിന്നെ ഇത് നമ്മളെല്ലാ വീക്കെൻഡ്സിനും ശംഖുവും ബീച്ചിൽ ഒരു ഫ്രീ അഡോപ്ഷൻ ക്യാമ്പയിൻ നടത്തും ഈ ആനിമൽസിന്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആനിമൽസ് ആയിരിക്കും. എന്നിട്ട് അതിനെ വാക്സിനേറ്റ് ചെയ്തിട്ടായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ആൾക്കാരെ കണ്ട് അഡോപ്ഷനാണ്, ഫ്രീ അഡോപ്ഷൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി അത് അവർ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവർ സ്നേഹമാണ് മറ്റുള്ളവരിലോട്ട് ഇങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായത്. ഓക്കെ, അത് വളരെ നല്ല കാര്യം. കാരണം അത് എല്ലാവരും ഒന്നും അങ്ങനെയും ചെയ്യാറില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരെന്ന് പറയുന്നത്. പക്ഷേ അത് ചെയ്യുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പം ജോലി കിട്ടിപ്പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇൻ്റർവ്യൂ നടത്തിയവരിൽ തന്നെ എനിക്ക് തോന്നുന്നു ശബരീഷാണ് ആദ്യം ഇത്തരത്തിലൊരു ഹോബി പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഹോബി കൊണ്ട് നടക്കുന്നതിന് ശബരീഷിന് എൻ്റെ വക ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. ബാക്കി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ഏതിലെ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ മിക്കുള്ളവരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് ഇപ്പം ശബരീഷിൻ്റെ കൂടെ ഇരുന്ന് ആ റൂമിലിരുന്ന് പഠിച്ചവർ ജോലി കിട്ടിപ്പോയ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രീഫ് ചെയ്തേക്കാം അതൊക്കെ മേലുള്ളന്ന്. മെയിനായിട്ട് ഇതിൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ആക്ച്വലി ഭയങ്കര വാസ്റ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ബാങ്കിനും ഇൻഷുറൻസിനും ലാസ്റ്റ് 6 months തന്നെ പഠിച്ചാൽ മതി. പക്ഷേ എന്നാലും അതിൽ കുറേ നമ്മളിപ്പോൾ ഫുൾ 6 months പഠിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു 15 to 20 മാർക്സിൽ 50 മാർക്കിന് അത്രയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതിലും കുറവായിരിക്കും. പിന്നെ നമുക്ക് ഏത് സോഴ്സിലായാലും ഡിപ്പെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ ആ സോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ ഒരു സോഴ്സും കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് QA റീസണിങ് തന്നെയാണ്. അപ്പം അതിൽ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഒരു 2-3 മോക്സ് എടുക്കും. മെയിൻസ് എടുക്കുന്ന ദിവസം അന്ന് 2 മെയിൻസ് ഒക്കെ എടുക്കും. അത് കംപ്ലീറ്റ്ലി അനാലിസ് ചെയ്യും. അപ്പം റീസണിങ് QA ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ശബരീഷ് പറഞ്ഞു ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഒരു കടലാണ്. അപ്പം ശബരീഷ് ഇപ്പം കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിച്ചിട്ടാണല്ലോ ഇപ്പം നമ്മളിത് എക്സാം എഴുതിയെടുത്തത്. ഒന്നല്ല, ഒരുപാട് എക്സാംസ് എഴുതിയെടുത്ത് ജോലി എഴുതിയെടുത്തത്.
അപ്പം കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനും കൂടെ ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ കാണും. അതിനെക്കുറിച്ച് ശബരീഷൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്റ്റാർട്ടിങ് കറണ്ട് അഫയേഴ്സ് തുടങ്ങാൻ തന്നെ ഒരു പാടായിരുന്നു. മിക്കതിൻ്റെയും ഇപ്പം ബാങ്കിങ് അവയർനെസ്സിൻ്റെ അകത്ത് റിപ്പോ റേറ്റോ അല്ലാതെ ഇങ്ങനെ ബാങ്കിങ് ടേംസ്, ബാങ്ക് അഷുറൻസോ ഇതൊക്കെ പെട്ടെന്ന് ചോദിക്കാൻ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അത് ഗൂഗിളിലേക്ക് നോക്കേണ്ടി വരും. ആക്ച്വലി അതിന് സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാറിൻ്റെ എക്സ്പെഷ്യലി ഈ ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ സാറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അത് കണ്ടിട്ട് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്താൽ കുറച്ചുകൂടെ കൺസെപ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതിപ്പം ഓരോ തുടക്കത്തിലേ അത് കാണുക എന്നാണ് ശബരീഷ്. അതെ, തുടക്കം. കാരണം കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന മുമ്പ് കാരണം ബാങ്കിങ് അവയർനെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ബാങ്കിങ് അവയർനെസ് വെച്ചാൽ റീസെൻ്റ്ലി കഴിഞ്ഞ 6 months നടന്ന ബാങ്കിങ് അവയർനെസ് പിന്നെ രണ്ടും മെർജായി അങ്ങനത്തെ, അല്ലെങ്കിൽ അന്ന് റിപ്പോ റേറ്റ് പറ്റിയൊന്നും എനിക്ക് തുടക്കം ധാരണയില്ലായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയം എനിക്ക് പെട്ടെന്ന് കൂടെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണെന്ന്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. അതപ്പം അല്ലാതെ പെട്ടെന്ന് പാടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഓരോ സോഴ്സസ് ഉപയോഗിച്ച് വർക്ക് ചെയ്തു. പിന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചു. ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇത് കറണ്ട് അഫയേഴ്സിന് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ കോംപ്രിഹെൻഷനൊക്കെ വായിക്കാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടും അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സഹായിക്കും. ആക്ച്വലി ഹിന്ദു എങ്ങനെ വായിക്കണമെന്നൊക്കെ സാറിൻ്റെ ക്ലാസ്സസിൽ നിന്നാണ് മനസ്സിലായത്. ആക്ച്വലി ആദ്യം റാൻഡമായിട്ട് നമുക്ക് എന്താണ് എടുത്ത് വായിക്കണമെന്ന് അറിയത്തില്ല. സാർ അതുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ റാൻഡമായിട്ട് എല്ലാ ന്യൂസും വായിക്കണമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് മാത്രം വായിക്കുക. അതിൽ പിന്നെ എഡിറ്റോറിയൽ മസ്റ്റാണ്. സാറിൻ്റെ എല്ലാ ദിവസവും എഡിറ്റോറിയലിൻ്റെ 2 എഡിറ്റോറിയൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നൊരു ക്ലാസ് ഉണ്ട്. എഡിറ്റോറിയൽ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒന്നും മനസ്സിലാവത്തില്ല, ഒരു ബ്ലാങ്ക് ആയി പോകും. ആക്ച്വലി സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ഓഡിയോ ഗ്രൂപ്പ് ഇടുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ എഡിറ്റോറിയലിൻ്റെ 2 എഡിറ്റോറിയലും വായിച്ചിട്ട് സാറിൻ്റെ വീഡിയോ വോയിസ് കേട്ടിട്ട് ഒരു സമ്മറി എഴുതുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സാറിൻ്റെ. അപ്പോൾ എന്തായാലും ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവം ടാക്കിൾ ചെയ്യാനൊരു ബേസിക് ഒരു മൊത്തത്തിലൊരു ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു കുറച്ച് കാലം എൻ്റെ ക്ലാസ് അറ്റൻഡ് നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ഫണ്ടമെന്റൽസ് കിട്ടും. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ്, ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഒക്കെ ആ വീഡിയോസ് ഒക്കെ കൂടെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ശബരീഷ് ഉദ്ദേശം. ഹിന്ദു അതിൻ്റെ കൂടെ വായിക്കുകയും ചെയ്യുക. ഓക്കെ, ബാക്കി എല്ലാം പുറകെ വന്നോളാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ. ശബരീഷിന് ഞാൻ ഒരു പുതിയൊരു ജോബിലേക്കും കൂടെ ഇവിടെ വെച്ച് കൊണ്ടുവന്നായിരുന്നു. കാരണം അത് ഫൈനലിസ്റ്റ് ഇപ്പം പോകാറായപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്തത്. ശബരീഷ് അങ്ങനെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇരുന്ന് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്ക് അവസാനം ജോലി കിട്ടിയപ്പോൾ, ഇത്രയും ജോലി കിട്ടിയ ഒരാളല്ലേ, അപ്പോൾ സ്റ്റുഡൻസിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻസ്പിറേഷനും ആവും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് എക്സാംസിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളുമാണ്. അങ്ങനെ ശബരീഷിനെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ ശബരീഷ് എടുത്തു. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പോൾ അവസാനം ഒരു ടീച്ചറുമായി മാറി ശബരീഷ്. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി പാസ്റ്റ് പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് ആക്ച്വലി 0 ആണ്, ഒന്നുമില്ല, ഇതുവരെ പഠിപ്പിച്ചില്ല. സാർ ആക്ച്വലി ആദ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യം പറഞ്ഞപ്പം തന്നെ ആക്ച്വലി കുറച്ച് എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഇത്ര 10-60 പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന കുറച്ച് ടാസ്ക് എനിക്ക് ആ വോയിസ് ഇല്ല. അപ്പം കുറച്ച് മടിയായിരുന്നു. പിന്നെ സാർ ആക്ച്വലി അത്യാവശ്യം മോട്ടിവേറ്റ് ചെയ്ത് തന്നായിരുന്നു ഇത്. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ക്ലാസ് നോക്കിയിട്ട് ബാക്കിയുള്ള ക്ലാസ് എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. ആക്ച്വലി അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഫീഡ്ബാക്ക് കിട്ടിയില്ല? ആക്ച്വലി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് ആക്ച്വലി നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാനത് തുടർന്ന്. അതിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആക്ച്വലി വളരെ ടീച്ചിങ് നല്ല. ഇനി ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും കിട്ടിയാൽ അത് എടുക്കുമോ? തീർച്ചയായിട്ടും. ടീച്ചിങ് ആ ഒരു ജോബിന്റെ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിലാക്കി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശബരീഷ് ഇപ്പോൾ കുറേ പേര് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കുറേ പിള്ളേരുമായിട്ട് ഇപ്പോൾ പരിചയമായി. ഇപ്പോൾ ഇനി ജോലി എഴുതിയെടുക്കേണ്ട കുറേ പേരുമായിട്ട്. അപ്പോൾ അവരോട്, അതുപോലെ ഇനി ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളോട് ഒക്കെ ഏറ്റവും നല്ല ഉപദേശം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് ശബരീഷ്. കാരണം ഇപ്പം 3 ജോലി നേടിയ ആളാണ്. ഇനിയും പുറകെ വരികയാണ് ജോലികൾ, ഫൈനൽ റിസൾട്ടുകൾ വരാനുള്ള കൂട്ടത്തിൽ. ഒന്ന് എന്തെങ്കിലും അവരോട് പറയാനുള്ള കാര്യം? ഈ ബാങ്കിങ് ഇൻഷുറൻസ് പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നവരുണ്ട്. ആക്ച്വലി അവർ ഫീഡ്ബാക്ക്സ് കേട്ടപ്പം ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അത്യാവശ്യം മോശം ഫീഡ്ബാക്ക് ആയിരുന്നു. അവരൊക്കെ ക്ലാസ് കുറച്ചാൾ പോയിട്ട് പിന്നെ വീട്ടിലിരുന്ന് പഠിക്കണം. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കിവിടെ നിന്നൊരു ഫൗണ്ടേഷൻ, നല്ലൊരു ഫൗണ്ടേഷൻ ഒരു 5 മാസം ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ തന്നെ ഫാക്കൽറ്റി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഈ വരുന്ന ഭാവിയിലുള്ള കുട്ടികൾ, ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടൊക്കെ ശബരീഷിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കിട്ടുന്ന ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം.
അതിനുശേഷം പിന്നീട് നമ്മൾ എങ്ങനെയാണോ ഓരോരുത്തർ ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും നല്ല കുറേ സ്റ്റുഡൻസ് കൂടെ പഠിക്കുന്നുണ്ട് അവരുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി. ആക്ച്വലി ചിലവർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ, പക്ഷേ ചിലവർക്ക് എനിക്കൊക്കെ ഗ്രൂപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിപ്പം ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ആക്ച്വലി നമ്മളൊരു സ്ട്രോങ് ഗ്രൂപ്പ് ആയിരുന്നു. എല്ലാവരും അവരവരെ ഓരോരോ രീതിയിൽ ഒരു സ്ട്രോങ് ആയിരുന്നു ഓരോ പോർഷൻസിൽ. അപ്പം അത് ആപ്റ്റിറ്റ്യൂഡ് അല്ലാതെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്ര നല്ലതായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ശബരീഷിന് പറയാനുള്ള ഒരു കൺക്ലൂഷൻ എനിക്ക് തോന്നിയത് ഇതിൽ നിന്ന് ശബരീഷ് പറഞ്ഞതെന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്, അപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആദ്യം തരുന്ന ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. അതിനുശേഷം ഒറ്റയ്ക്ക് പഠിക്കണമെന്നുള്ള ഒറ്റയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, അവരായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക. ഫൈനലി അവരുടെ ഡ്രീം ജോബിൽ ലാൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശബരീഷെ വളരെ നല്ലൊരു ഡിസ്കഷനായിരുന്നു നമ്മൾ തങ്ങളിലുള്ള. ഇപ്പോൾ ശബരീഷ് ഇപ്പോൾ അടുത്ത ദിവസം എനിക്കൊന്ന് മൺഡേയിൽ ഒരു ബാങ്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പോയാണ്. അപ്പോൾ ശബരീഷിനെ പിന്നെ അറിയപ്പെടാൻ പോണത് ഇത്രയും കാലം ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കാൻ കൊണ്ട് ശബരീഷനായിരുന്നു, അല്ലെങ്കിൽ ഇന്ന അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് അച്ഛൻ്റെ മോനായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ ഇനി ശബരീഷ് അറിയപ്പെടാൻ പോണത് കാനറ ബാങ്കിൽ ഇന്ന ബ്രാഞ്ചിലെ ഓഫീസർ എന്നുള്ള പേരിലായിരിക്കും, ഭാവിയിൽ ഇന്ന ബ്രാഞ്ചിൻ്റെ മാനേജർ എന്നുള്ള പേരിലായിരിക്കും. പിന്നെ ശബരീഷിൻ്റെ സ്വപ്നം അതുപോലെ നടക്കും. റിസർവ് ബാങ്കിലോ അല്ലെങ്കിൽ നബാർഡിലോ അല്ലെങ്കിൽ സെബിയിലോ IRDAയിലോ ഒക്കെ ഭാവിയിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വരും. അപ്പം അതെല്ലാം നടക്കട്ടെ. അപ്പോഴും ഈ മറ്റുള്ളവരോടുള്ള ഈ പറഞ്ഞ ഈ ഒരു എന്താ പറയുന്നത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സും എല്ലാം വേണം. കൂടുതൽ നമുക്ക് ഇനി ഭാവിയിൽ നമ്മളെ കയ്യിൽ മണിയും എല്ലാം വരും, അപ്പം ഫെയിം വരും. അപ്പം അതെല്ലാം നമുക്ക് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും, ഭാവിയിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിനും ഉണ്ടാവട്ടെ.